ഹായ് ഹായ് ഹായ്. അപ്പോൾ ട്യൂഷൻ തുടങ്ങാറായി. ഇവരാണ് ആദ്യത്തെ ആൾക്കാർ. പാറു ആൻഡ് ധനു. ഇതെന്താ റബ്ബറാ നോട്ടെ? തൊപ്പി റബ്ബർ. ഓ, തൊപ്പി റബ്ബർ എന്തൊക്കെയല്ലേ. നമ്മളൊക്കെ ഉള്ള സമയത്ത് ഈ കളർ പോലും ഇല്ല. ആകെ ഉള്ളത് ഒരു വെള്ള റബ്ബർ, ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് പല പല തരത്തിലുള്ള ഷേപ്പിലും അല്ലേ കളറിലും ഒക്കെ എന്ത് കിട്ടും? റബ്ബർ കിട്ടും, സ്കെയില് കിട്ടും, പെൻസിൽസ് കിട്ടും, പിന്നെ എന്ത് കിട്ടും? കിട്ടും. അപ്പോൾ ഇവരുടെ ട്യൂഷൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ നോക്കാനുള്ള ആൾക്കാർ, ഇപ്പോൾ ട്യൂഷൻ എടുക്കാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരാവശ്യമുണ്ട്. വളരെ അത്യാവശ്യമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യമാണ് അമ്മയുടെ മൊബൈൽ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളുകളായി. ഇന്നേക്ക് പകൽ സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനിന്ന് ഇവരെ നോക്കാനുള്ള ആളുകളൊക്കെ അവിടെ എത്തിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പോയിട്ടൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു വലിയൊരു ബഡ്ജറ്റ് ഉള്ളൊരു ഫോണൊന്നുമല്ല, ചെറിയൊരു നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫോൺ വാങ്ങിക്കണം, സ്മാർട്ട് ഫോൺ. അപ്പോൾ അതൊന്ന് മേടിക്കണം. പിന്നെ വീണ്ടും ഞാൻ അഗൈൻ ഇവിടേക്ക് ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ട്യൂഷന് വരും. അപ്പോഴത്തേക്കും വലിയ പിള്ളേരുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. 10ാം ക്ലാസ്, CBSE സ്റ്റേറ്റ് അങ്ങനെയുള്ള പിള്ളേരുകൾ, +1 +2 ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവരേക്കും എത്താൻ പറ്റും. പക്ഷേ ഇവരെ നോക്കാനുള്ള ആളുകൾ വരുന്നത് വരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആരെടുക്കണ്ടേ? മാഷ് എടുക്കണം. ഓ, ആദ്യമായിട്ടാ എന്നോടെ പലരും അല്ലേ മാഷെന്ന് വിളിക്കും. ധനു ഇടയ്ക്ക് മാമാന്ന് വിളിക്കും. അല്ലടാ ധനു? പിന്നെയുണ്ട് കുറേ പേര് ചേട്ടന്ന് വിളിക്കും. ചിലരൊക്കെ ഉറക്കത്തുനിന്നൊക്കെ എഴുന്നേറ്റിട്ട് അച്ഛാ പറയും, മുത്തശ്ശൻ, അമ്മാവൻ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോൾ വെൽക്കം അഗെയിൻ ടു അതർ വ്ലോഗ്. യെസ് യെസ് ഓക്കെ അല്ല ധനു? ഓക്കെ. അപ്പോൾ നമ്മൾ പഠനത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, വാ, ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ് യെസ്. അങ്ങനെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിനോട് ഏറ്റവും അടുത്ത് നടക്കുന്ന ഒരു മൊബൈൽ ഷോപ്പിൽ പോയി വരാൻ ഏറ്റവും പെട്ടെന്നാവണം എന്നുള്ള ആ ഒരു കാര്യത്താൽ ഞാനിവിടെ വേണൂസ് ഉണ്ട്, അവിടെ അയ്യന്തോളി ചുങ്കത്തിൻ്റെ അവിടെ വേണൂസ് ഉണ്ട്, അവിടേക്കാണ് എത്തിയത്. ഈ 2 ഫോണുകളാണ് ഫൈനലൈസ് ചെയ്ത് എത്തിയത്. ഒരു 12,000 റേഞ്ചിൻ്റെ ഒരു 5G ഫോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ഫൈനലൈസ് ചെയ്തപ്പോൾ Redmi 13C എടുക്കാമെന്നുള്ള പ്ലാനായിട്ടുണ്ട്. വീട്ടിലുപയോഗത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട് അത്ര വലിയൊരു ഹൈ എൻഡ് ഫോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. പിന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങനെ S24 Ultra നമ്മുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാനിവിടെ നിന്ന് തന്നെയാണ് S23 Ultra എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ അതിനുള്ള പ്ലാനൊന്നുമില്ല. നല്ല ഫ്ലാറ്റ് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള സാംസങ് ഫോണുകളും. അങ്ങനെ തിരിച്ച് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെത്തി. അങ്ങനെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ പിള്ളേർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. മഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത്. മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ് കയ്യിലടാ വാടാ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നല്ല വിശപ്പുള്ളുണ്ട്. ഒരു ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. ഇനി ഇതും കഴിച്ചിട്ട് അടുത്ത ട്യൂഷന് പോകണം. അപ്പോൾ അത് കഴിച്ചിട്ട് കാണാം. നിനക്കറിയാത്തോണ്ടാണ് ആ മൈനസ് മൊത്തത്തിൽ പെടുത്തണം തന്നെ ഞാൻ. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചു വന്നേക്കാം, 4.5 മാർക്ക്. ഓർഡർ മാർക്ക്. നീ പറയും. അതായത് 2 ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുക ചെയ്യണത്. 2 ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ ക്വസ്റ്റൻ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് ചെയ്യുമ്പോൾ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലസ് ആവും. താഴത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആദ്യ 2x മൈനസ് y ഈക്വൽ ടു -2. അപ്പൊ ഇവിടെ ഈ പറയുന്ന മൈനസ് ഉള്ള കാരണമുണ്ട് ഈ സൈനുകളൊക്കെ എന്താവും? നേരെ ഓപ്പോസിറ്റ്. അതായത് പോസിറ്റീവ് ഉള്ളത് മൈനസ് ആവും. അതിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇനി നമ്മള് ഈ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ള ചേഞ്ച് ആയിട്ടുള്ള സൈനാണ് വെച്ച് നോക്കണ്ടേ. 8 + 2 എത്ര വരിക? 10 ഈക്വൽ ടു y നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് കട്ടായി പോവും.
പിന്നെ 3x മൈനസ് 2x 1x അല്ലെങ്കിൽ എക്സ്. ഇപ്പൊ x ഈസ് ഈക്വൽ ടു 10 കിട്ടി അല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആരുടെ വയസ്സായിരുന്നു? റാമല്ല, റാമു അല്ലേ രാമു. രാമു നീ എവിടുന്ന കണക്ക് പഠിച്ചേ, എവിടുന്ന കണക്ക് ചെയ്യണേന്നുള്ളത് നീ അപ്പൻ്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ അപ്പഴെങ്കിലും സംശയം വന്നിരുന്നു കാണാണ്ട് പഠിച്ചു വെച്ചേക്കാന്ന്. ആ അതായത് കാണാണ്ട് പഠിച്ചു വെച്ചേക്കാ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നീ പറഞ്ഞത് ഇല്ല ഞാൻ കാണാണ്ട് പഠിച്ചിട്ടില്ല, ഇത് എനിക്കറിയാവുന്നതാണ്. അപ്പൊ നീ ഇവിടെ പെട്ടു, ഈ മൈനസ് മൈനസ് ചെയ്യണ സ്ഥലത്ത് നീ പെട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോ നീ വീണ്ടും പെട്ടു. ആക്ച്വലി അങ്ങനെ വന്നു ചോദിച്ചപ്പോ നീ അത് ഇവിടുന്ന് വന്നു. എവിടുന്ന് വന്നു? ആ ഓക്കെ 12 ഉണ്ട്. അപ്പൊ 3x എന്ന് പറയുമ്പോ 3 × 10 അല്ലേ വരുന്നതെന്ന്? അത് ഇവിടെ കാണാനല്ലോ, ഈ 3 കാണാനല്ലോ ഇവിടെ. എന്റെ മോനെ ഈ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാ കഴിഞ്ഞു, കത്തിക്കല് എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. വീണോടത്ത് കിടന്ന് ഇനി ഉരുളണ്ട, അത് കഴിഞ്ഞു, സാധനം പോയി, കയ്യിന്ന് പോയി. കയ്യില് വിട്ടു. ഇനിയിപ്പോ ഒന്നും നോക്കാല്ലേ, നാളെ നോക്കിയാ ഇതേപോലെ തൂക്കിട്ടിട്ട് ഇടിക്ക് ഞാൻ പിടിച്ചിട്ടാ.